മക്കളെ എന്നാ നമുക്ക് അകത്തേക്ക് പോവാം. ഇപ്പൊ ഭയങ്കര വെയിലാണ്, അകത്തേക്ക് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി എന്റെ മക്കള് രണ്ടാവും നാളെ എക്സാമിനില്ല പഠിച്ചാന്നിരുന്നിട്ട്. നാളെ ക്രിസ്മസ് പരീക്ഷ അല്ലേ, അത് നാളെ രാവിലെ പഠിക്കാമേ. നാളെ രാവിലെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ 10 മണിയായിട്ടാ നീക്കുക. പിന്നെ എവിടെ പഠിക്കാൻ ടൈം? അമ്മ ക്രിസ്മസിന്റെ മോളും കളി നിങ്ങൾക്കൊക്കെ ചെയ്ത് തന്നിട്ടാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത എത്ര കുട്ടികളുണ്ടെന്ന് അറിയവിടെ. ഇതന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ട് ആഘോഷിച്ചാണ്. അച്ഛൻ്റെ അടുത്ത് തീരെ കാശുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ പഠിച്ച് വലിയ നിലയ്ക്ക് എത്തിയിട്ടാണ് നമുക്ക് പുതിയ വീടും കാര്യങ്ങളൊക്കെ വെക്കാന്. ഈ വീട് നിന്ന് പൊളിഞ്ഞാടി പറഞ്ഞിട്ടാ നിൽക്കണമെന്നാവും. പാറു നിന്നോടും കൂടിയാ പറയണത്. ഞാൻ പഠിച്ചിട്ടല്ലേ ഡോക്ടറാമേ. ആയി കണ്ടാ മതി. മക്കളെങ്കിൽ രണ്ടാളും വഴക്കൂടാതെ പോയി ബുക്ക് എടുത്തിരുന്ന് പഠിക്കുകയും വെറുതെ എന്തിനാ അമ്മനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ രണ്ടാളും. രമേ, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. നീ എന്തായാലും കുട്ടികളെ പഠിപ്പിക്കും, നാളെ എക്സാം അല്ലേ. മക്കളെ രണ്ടാളും നന്നായിട്ട് പഠിക്കട്ടോ. എന്നാലും ക്രിസ്മസ് അപ്പൂപ്പൻ വരുമ്പേ കൈ നിറയെ സമ്മാനങ്ങളൊക്കെ തരുള്ളൂ, അല്ലെങ്കിൽ ഒന്നും തരൂല. പിന്നെ പഠിക്കണ നല്ല കുട്ടികൾക്കുള്ള സമ്മാനം കൊടുക്കുക, അല്ലാത്തവർക്ക് കൊടുക്കൂല. എന്നാ അച്ഛൻ വരുമ്പത്തിന് രണ്ടാളിരുന്ന് പഠിക്കുകയും. രണ്ടാളും കുറച്ച് ടൈം ബുക്ക് വായിച്ചോളി. അത് കഴിഞ്ഞിട്ട് അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കോട്ടോ. അതൊക്കെ വേണം അമ്മേ. പിന്നെ എക്സാമിന് പോയിട്ട് എന്താ ഇതാ വേണം. കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞോ? ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ആദ്യം ലച്ചുവിനോടാണ്. ട്രീ നിലിന്റെ സ്പെല്ലിംഗ് എന്തൊക്കെ? ട്രീ. ആ ഓക്കെ. ഇനി പാറൂനോടാട്ടോ. 1 നിലിന്റെ സ്പെല്ലിംഗ് എന്താ? 0 1 3. എന്തൊക്കെ പാറു നീ പറയണേ? ഞാൻ ഇംഗ്ലീഷിൽ 1 നിലിന്റെ സ്പെല്ലിംഗാ ചോദിക്കണത്. നീ പഠിച്ചില്ല അപ്പൊ? ഞാൻ പഠിച്ചിക്കണോ? എന്നിട്ട് എന്താണെന്നൊന്നും പറയാൻ കിട്ടാത്തത്? 1 നിലിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാ എനിക്കറിയില്ല. ലച്ചുവിന് അറിയില്ല, ഒന്ന് പറഞ്ഞെടുത്താ. 0 N E 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാറുവിനോടാണ്. 2-ൽ എത്ര ഒന്നുണ്ട്? 2-ൽ ഒരു 1. അയ്യേ, 2-ൽ ഒരു ഒന്നുള്ളൂ. എന്നാ 4 1. എന്തൊക്കെ പാറു നീ ഇങ്ങനെ വിളിച്ചു പറയണേ? 2-ൽ 2 ഒന്നല്ലുള്ളൂ. ആ ശരിയാ, 2 1. ലച്ചു നീ പഠിച്ചൂടെ? പാറുവിന് അമ്മ കുറച്ച് പറഞ്ഞെടുക്കട്ടെ കേട്ടോ. പാറു നീ ശ്രദ്ധിക്കട്ടോ. 1ന്റെ സ്പെല്ലിങ് 0 N E എന്നാണ് കേട്ടോ. പിന്നെ 2ന്റെ സ്പെല്ലിങ് TWO. 3ന്റെ സ്പെല്ലിങ് THREE. 4ന്റെ സ്പെല്ലിങ് FOUR. 5ന്റെ സ്പെല്ലിങ് FIVE. പഠിച്ചോ? അങ്ങനെ കുറച്ച് ടൈം അതിങ്ങനെ റിപ്പീറ്റ് ആക്കിയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ പഠിട്ടോ. രമേ, എനിക്ക് ഫുഡ് എടുത്താ. ഇതാ വരുന്നേട്ടാ. ഞാൻ അച്ഛന് ഫുഡ് എടുത്തെടുത്തിട്ട് ഇപ്പൊ വരും. അപ്പത്തിന് ഇന്ന് പഠിച്ചിട്ടാ. ഓക്കെ അമ്മേ. ഞാൻ വരുമ്പത്തിന് രണ്ടാളും വേഗം പഠിക്കട്ടോ. ഓക്കെ അമ്മേ. ആഹാ, മക്കള് നല്ല പഠിത്തത്തിലാണല്ലോ. വെറുതെ ബുക്ക് നോക്കിയിരിക്കാ ഏട്ടാ. ആ പാറൊന്നും ഒന്നും പഠിച്ചില്ല. ഇപ്പൊ 1 നിലിന്റെ സ്പെല്ലിംഗ് പോലും അവൾക്ക് പറയാൻ വയ്ക്കുന്നില്ല. ഇതെന്താ ഏട്ടാ കയ്യിലൊരു പൊതി? അതൊക്കെ സർപ്രൈസാ മോളെ, നീ അവരെ രണ്ടാളെയും വിളിക്ക്. എന്താന്ന് പറയട്ടാ. അതൊക്കെ ഞാൻ പറയാം. ഹായ്, എന്താ അച്ഛന്റെ കയ്യില്? അതിൽ നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള ക്രിസ്മസ് ഡ്രസ്സാണ്. ഇട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് വരും. ആഹാ, അതിന്റെ അടിയിൽ ഇപ്പൊ ഡ്രസ്സും മേടിച്ചോ? ശരി അച്ഛാ. എന്തിനാ ഏട്ടാ ഈ പൈസ ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ ഓരോന്ന് മേടിച്ച് പൈസ കളയണേ? എന്തായാലും ഇത്രയും ഡെക്കറേഷൻ ചെയ്തു, പിന്നെ അവർക്ക് രണ്ടാൾക്കും 2 ഡ്രസ്സും കൂടി എടുത്താൽ കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ എല്ലാം കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും നല്ല പൈസ ഇല്ലേ? അത് കുഴപ്പമില്ല രമേ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പൈസ ഇങ്ങോട്ട് കിട്ടിക്കോളൂ. എന്തായാലും നിങ്ങൾ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരും, അച്ഛൻ കാണട്ടെ. ശരി ശരി. അവളൊരു സന്തോഷം നോക്കിയേ. ആ, കുറച്ചൊക്കെ ആയി. എന്നിട്ട് ലച്ചു എവിടെ? ലച്ചു എന്റെ 2 കുട്ടികളും ഈ ഡ്രസ്സിൽ അടിപൊളിയിട്ടുണ്ട്. അല്ല പാറു, ഇത് നല്ല രസമുണ്ട്. അമ്മി വെറുതെ പറഞ്ഞ. എന്റെ അങ്ങനത്തെ കളറാണ് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഇടുക, റെഡ് കളറ്. ആണോ? ഇന്ന് എനിക്കത് മതി. എന്നാ പോയിട്ട് രണ്ടാളും അത് ഊരിയിടി. ഇല്ല ടച്ചാ, ഇനി തന്നെ ഇടുക. ഇനിയിപ്പോ ഏതായാലും ഇട്ടോട്ടെ, വൈകുന്നേരം ആവാനായില്ലേ. ആ, എന്നാ വിട്ടോ. നമുക്ക് പുറത്തൊന്ന് പോയേക്കാ ചേച്ചി. ആ പോവാ. അപ്പൊ കുറച്ചൊക്കെ ഇഷ്ടായിട്ടുണ്ടാവും. അപ്പൊ ലൈറ്റുകളൊക്കെ കാണാൻ അടിപൊളിയാക്കാറില്ലേ? ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ശരിയാ, രാത്രി ആയപ്പോ നല്ല തിളക്കം കൂടി. എന്നും വീട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് ക്രിസ്മസ് പരിപാടി ചെയ്യേണ്ടത് ഇവിടുന്ന് എടുക്കാൻ ടച്ച് അവിടെ തന്നെ ഇരുന്നോട്ടെ. ആഹാ, അത് നല്ല കഥ. അതില് പിന്നെ പൊടി മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ചീത്തയായി പോകുമ്പോളെ. അതൊന്നും കുഴപ്പമില്ല, അതുവരെ ഇവിടെ ഇരുന്നോട്ടെ. പാറു പറയണ പോലെ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞ ക്രിസ്മസ് അപ്പവും വരില്ല അച്ഛാ? ആ, വരും വരും. എനിക്ക് ഗിഫ്റ്റ് ഉണ്ടാവില്ലേ? അതെങ്ങനെ പറയൂ? ക്രിസ്മസ് അപ്പൂപ്പൻ എല്ലാരും വീട്ടിൽ ചെന്നിട്ടും ഗിഫ്റ്റ് കൊടുക്കാരം. ഇവിടെ എത്ര വീടുകളുണ്ട്, അവർക്കൊക്കെ കൊടുക്കണ്ടേ?
അമ്മ വെറുതെ പറയാ. ക്രിസ്മസ് അപ്പൂപ്പ വന്നിട്ട് എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കലുണ്ടെന്ന് ഞങ്ങളെ ബുക്കിൽ വായിച്ചിരുന്നല്ലോ. ഇതാ മക്കളെ, നിങ്ങൾക്ക് രണ്ടാക്കൂല ഗിഫ്റ്റ്. ഹായ് ഗിഫ്റ്റോ? രണ്ടാളും നന്നായി പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് ഈ വീട് വലിയ വീടാക്കണം കേട്ടോ. ശരി ക്രിസ്മസ് അപ്പൂപ്പ. എല്ലാവർക്കും സുഖല്ലേ? ആ സുഖാണ് ക്രിസ്മസ് അപ്പൂപ്പ. ആ എന്നാ ശരി കേട്ടോ, അടുത്ത കൊല്ലം കാണാം. ബൈ. ബൈ ബൈ സാന്റ. ഓക്കെ, താങ്ക് യു. അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടുന്നു. ആ ശരി ശരി. ഇവിടെ തന്നെ തുറക്കണ്ട, ഉള്ളിൽ കൊണ്ടുപോയിട്ട് തുറക്കാട്ടോ. ഞാൻ നടക്കി വിളിക്കും. ആ ശരി അമ്മേ.